ചെമ്മണാർ സെൻറ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 2022-23 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ചെമ്മണാർ സെൻറ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 60ാമത് സ്കൂൾ ദിനാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബെന്നി വി സാറിന് യാത്രയയപ്പ് നൽകുന്ന ഈ സന്ദർഭത്തിൽ മാനേജ്മെൻറ്റിൻ്റെയും PTA അധ്യാപക അനധ്യാപകരുടെയും കൂട്ടായ്മയിലൂടെ ഈ അധ്യയന വർഷം സ്കൂളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ ഏവരുടെയും മുൻപിൽ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ്. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം രക്ഷാധികാരിയായ അഭിമന്യ ജോൺ നെല്ലിക്കുന്നൽ പിതാവിൻ്റെയും വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകടിയലിൻ്റെയും സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു ചെറുപറമ്പിലിൻ്റെയും അധ്യാപക അനധ്യാപകരുടെയും നേതൃത്വത്തിൽ പാഠ്യേതര രംഗത്ത് ചെമ്മണ്ണാർ ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി പ്രശോഭിക്കുന്നു. ഈ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 64 അധ്യാപകരും 7 അനധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ്, ഹെഡ് മിസ്ട്രസ് കരോളിൻ ജോസ്, സ്റ്റാഫ് സെക്രട്ടറിമാരായ മനോജ് തോമസ്, ജെസിമോൾ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്റ്റാഫ് കൗൺസിൽ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ദീർഘകാലം ഈ സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ജോസഫ് ചാക്കോ സാർ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ജോയ്മ ടീച്ചർ LP വിഭാഗത്തിൽ നിന്നും കഴിഞ്ഞ വർഷം വിരമിച്ചു. ജോസഫ് ചാക്കോ സാർ വിരമിച്ച ഒഴിവിലേക്ക് അജോ P ജോസും ജോയ്മ അലക്സ് ടീച്ചറിന് പകരമായി അനു ജോസഫും നിയമിതരായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിലുണ്ടായ താൽക്കാലിക ഒഴിവുകളിലേക്ക് ജെറിൻ ജെ പട്ടാങ്കുളം, അനു ജോയ്, ഷിബിമോൾ മൈക്കിൾ, ആതിര V എന്നിവരും ഹൈസ്കൂൾ വിഭാഗത്തിലുണ്ടായ ഒഴിവുകളിലേക്ക് ആൽഫിൻ ആൻ്റണി, സിസ്റ്റർ ടോംസി, ഡോളി K ജോയി, ആൻസൺ ജോർജ് എന്നിവരും നിയമിതരായി. സ്കൂൾ പ്രവർത്തനങ്ങളിൽ അധ്യാപക രക്ഷാകർതൃ ബന്ധം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശക്തമായ PTA MPTA രൂപീകരിക്കുകയുണ്ടായി. ശ്രീ ബിജു ഇടുക്കാർ PTA പ്രസിഡന്റായും ശ്രീമതി ബെറ്റി മനോജ് MPTA പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപകരായ ഡിൻഡോമൻ ജോസ്, ജോസ് PL എന്നിവർ PTA സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4 ബാച്ചുകളിലായി 389 കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 961 കുട്ടികളും അധ്യയനം നടത്തിവരുന്നു. ഏകദേശം 8ഓളം പഞ്ചായത്തുകളിൽ നിന്നും കുട്ടികൾ ഈ സ്കൂളിൽ പഠനത്തിനായി എത്തുന്നുണ്ട്. കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നും 7 സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തുന്നു. ഇവയിൽ നീണ്ടകാലം കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 1-ാം നമ്പർ ബസ് കാലപ്പഴക്ക നിമിത്തം പൊളിച്ചു വിൽക്കാനായി കൈമാറിയത് കുട്ടികളുടെ മനസ്സിൽ വേദനയായി മാറി. 1-ാം നമ്പർ ബസ്സിന് പകരം PTA മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപക അനധ്യാപകരുടെയും പിന്തുണയോടെ പുതിയ ബസ് നിരത്തിലിറക്കുവാൻ കഴിഞ്ഞു. 2022 മാർച്ചിൽ നടന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സ്കൂൾ ഉന്നത വിജയം കരസ്ഥമാക്കുകയുണ്ടായി. 153 കുട്ടികൾ SSLC പരീക്ഷ എഴുതുകയും 100% വിജയം കൈവരിക്കുകയും ചെയ്തു. 11 കുട്ടികൾ ഫുൾ A+, 16 കുട്ടികൾ 9 A+ നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 216 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 210 കുട്ടികൾ വിജയം നേടി. 30 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടുകയും ചെയ്തു. 97.2% വിജയം നേടിക്കൊണ്ട് സ്കൂൾ ഇടുക്കി രൂപതയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കോളർഷിപ്പുകൾ. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മരിയ ഗ്രേസ് ജിജി USS സ്കോളർഷിപ്പിനും നിവിൻ ഷിനോയി LSS സ്കോളർഷിപ്പിനും അർഹരായി. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്ത് ജിനാൾഡ് ജിജി, അനുമോൾ ജോസഫ് എന്നീ കുട്ടികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സംസ്കൃത സ്കോളർഷിപ്പിന് 6 കുട്ടികൾ അർഹത നേടി. ബേസിൽ എൽദോസ്, അലക്സി ടിജോ, ഏഞ്ചൽ എലിസബത്ത് ജോളി എന്നിവർ NMMS സ്കോളർഷിപ്പിന് അർഹരായി. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ്. കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുക, ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പരിചയപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ
സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, പോളിംഗ് ബൂത്ത് വോട്ട് അഭ്യർത്ഥന, പ്രചാരണം തുടങ്ങിയവ ഒരുക്കിക്കൊണ്ട് തികച്ചും ഒരു പൊതു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത്. സ്കൂൾ ചെയർപേഴ്സണായി സുബിത എം.എസും സ്കൂൾ വൈസ് ചെയർമാനായി അലൻ സെന്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് 2013 നമ്മുടെ സ്കൂളിൽ ആരംഭിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ആശ മേരി ജോസഫ്, തോമസ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. 2020-22 ബാച്ച് SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഒക്ടോബർ 29 നടത്തപ്പെടുകയും ഉടുമ്പൻചോലയിൽ വെച്ച് MLA ശ്രീ MM മണി അഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. NCC നാഷണൽ കേഡറ്റ് കോർപ്സ് നെടുങ്കണ്ടം ബറ്റാലിയന്റെ കീഴിലെ ഏറ്റവും വലിയ NCC യൂണിറ്റാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. ലഫ്റ്റനന്റ് ജയൻ PC, ട്രെയിനിംഗ് ഓഫീസർ ജോബി ജോർജ് എന്നീ അധ്യാപകർ NCCക്ക് നൽകുന്നു. 2022 ഓഗസ്റ്റ് മാസത്തിൽ കോഴിക്കോട് വെച്ച് നടന്ന TSC ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ CPL ആൽവിയ സജീവ്, ആൻമരിയ സിബി എന്നിവർ പങ്കെടുത്തു. കൊല്ലത്ത് വെച്ച് നടന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് നാഷണൽ ക്യാമ്പിൽ ആൻമരിയ സിബി പങ്കെടുത്തു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ആദിത്യലക്ഷ്മി PRD ക്യാമ്പിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലും കൊല്ലത്തും വെച്ച് നടന്ന EBSB ക്യാമ്പിൽ യഥാക്രമം അഖിൽ ബിജു, നിഖിൽ സണ്ണി എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആർമി അറ്റാച്ച്മെന്റ് ക്യാമ്പിൽ അലൻ നിബു, ഗോഡ്വിൻ സാബു, എബിൻ രാജ്, ക്രിസ്റ്റി ചാക്കോ എന്നീ കുട്ടികൾ പങ്കെടുത്തു. നേതൃത്വം നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ് മൂല്യബോധവും ഉത്തരവാദിത്വവുമുള്ള തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. വിവിധ സെമിനാറുകൾ, ക്യാമ്പുകൾ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ, അഗതി മന്ദിര സന്ദർശനങ്ങൾ, ദിനാചരണങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ റോവർ വിംഗ് സെപ്റ്റംബർ മാസം മുതൽ പ്രവർത്തനം ആരംഭിച്ചു. സോഫി KS, ഷാബിൻ മാത്യു, ജോസ് PL എന്നിവർ നേതൃത്വം വഹിക്കുന്നു. JRC ജൂനിയർ റെഡ് ക്രോസ് കുട്ടികളെ ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുക, ആഗോള സമാധാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുക എന്നീ ലക്ഷ്യത്തോടെ 40 കുട്ടികൾ അംഗങ്ങളായുള്ള JRC സ്കൂളിൽ പ്രവർത്തിക്കുന്നു. A, B, C എന്നീ തലങ്ങളിലായി എല്ലാ വർഷങ്ങളിലും പരീക്ഷകൾ നടത്തിയും സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളിത്തം വഹിച്ചും സിസ്റ്റർ ആനി തോമസ് JRCക്ക് നേതൃത്വം നൽകുന്നു. NSS നാഷണൽ സർവീസ് സ്കീം NSSന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്മസ് അവധിക്കാലത്ത് നടത്തിയ സപ്തദിന ക്യാമ്പായിരുന്നു. അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിച്ച ക്യാമ്പിൽ നിരവധി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിച്ചു. പ്രോഗ്രാം ഓഫീസർ ഷെറിൻ മാത്യു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ലിറ്റിൽ കൈറ്റ്സ് ഹൈടെക് വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ IT കൂട്ടായ്മയാണ് ലിറ്റിൽ കൈറ്റ്സ്. ആനിമേഷൻ, സൈബർ സുരക്ഷ, മലയാളം കമ്പ്യൂട്ടിംഗ്, ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ 5 മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. കൂടാതെ മൊബൈൽ ആപ്പ് നിർമ്മാണം, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, വീഡിയോ ഡോക്യുമെന്റേഷൻ തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നു. ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അമ്മയെ അറിയാൻ എന്ന പേരിൽ സൈബർ സുരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സജി സെബാസ്റ്റ്യൻ, അനിത തോമസ് എന്നിവർ നേതൃത്വം നൽകുന്നു. ലഹരി വിരുദ്ധ ക്ലബ്ബ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ വലിയ പ്രാധാന്യമാണ് ഈ വർഷം നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ചിത്രങ്ങളും ലഹരിക്കെതിരെയുള്ള വാക്യങ്ങളും കൊണ്ട് കുട്ടികൾ ഒരുക്കിയ വൻമതിൽ. ലഹരിക്കെതിരെ കുട്ടികൾ അവതരിപ്പിച്ച തെരുവ് നാടകവും ഏറെ ശ്രദ്ധയാകർഷിച്ചു. ജെറിൻ J. പട്ടംകുളം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. KCSL കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് വിദ്യാർത്ഥികൾ വിശ്വാസം, പഠനം, സേവനം എന്നീ മാർഗങ്ങളിലൂടെ ക്രിസ്തുവിലേക്ക് വളരുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് KCSL. രൂപതാ സാഹിത്യോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗത്തിന് 3ാം സ്ഥാനവും സ്റ്റഡി സർക്കിളിന് 2ാം സ്ഥാനവും ലഭിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉപന്യാസ രചനയിൽ അമല സജി 2ാം സ്ഥാനവും കഥാരചന, കഥാപ്രസംഗം എന്നിവയിൽ അൽക്ക K. മനോജ് 2ാം സ്ഥാനവും പുത്തൻപാല മത്സരത്തിൽ കാതറിൻ സിബി 1ാം സ്ഥാനവും നേടി. KCSL അന്തത്തിന് 2ാം സ്ഥാനവും സ്റ്റഡി സർക്കിളിന് 3ാം സ്ഥാനവും നേടുവാൻ സാധിച്ചു. KCSL സംസ്ഥാനതല മത്സരത്തിൽ ഭക്തിഗാനത്തിന് അലന്റ് വർക്കിക്ക് 1ാം സ്ഥാനം ലഭ്യമായി. ബെന്നി VV, സ്മിത മോൾ KV എന്നിവർ നേതൃത്വം നൽകുന്നു. അഡൽ ടിങ്കറിംഗ് ലാബ് കുട്ടികളിൽ ശാസ്ത്രമേഖലയിലുള്ള ക്യൂരിയോസിറ്റി, സർഗാത്മകത, ശാസ്ത്രഭാവന എന്നിവ വളർത്തുക ലക്ഷ്യത്തോടെ അഡൽ ടിങ്കറിംഗ് ലാബ് പ്രവർത്തിക്കുന്നു. ഡിസൈൻ മൈൻഡ്സെറ്റ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ്, ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിൽ കുട്ടികൾക്ക് ട്രെയിനിംഗ് നൽകുകയും ശാസ്ത്രമേളകൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. റിയ ജോസ് ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു.
മലയാള മനോരമ നല്ല പാഠം. നല്ല പാഠം ക്ലബ് അംഗങ്ങൾ സമൂഹത്തിന് മാതൃകയാകുന്ന അനവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. എക്കോ ബ്രിക്സ് നിർമ്മാണം, എക്സിബിഷനുകൾ തുടങ്ങി അനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഏറ്റവും നല്ല കോർഡിനേറ്റർമാർക്കുള്ള പുരസ്കാരം റെനി ജോസഫ്, സിജോ ജോൺ എന്നിവർക്ക് ലഭിച്ചു. റെനി ജോസഫ്, ജൂബി ജോർജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ബ്ലേസ് LP വിഭാഗം കുട്ടികൾക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് ബ്ലേസ്. ഓരോ വർഷവും 3ഉം 4ഉം ക്ലാസ്സുകളിലെ കുട്ടികളിൽ നിന്നും പ്രീ ടെസ്റ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 40 കുട്ടികളാണ് ക്ലബിലെ അംഗങ്ങൾ. ഇവർക്ക് വിവിധ മേഖലകളിൽ പ്രത്യേക പരിശീലനം നൽകുന്നു. ടൂറിസം ക്ലബ് യാത്രാനുഭവങ്ങളും അതിലൂടെ ലഭിക്കുന്ന അറിവുകളും കുട്ടികൾക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂറിസം ക്ലബ് പ്രവർത്തിക്കുന്നത്. പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ടെത്തുക, ദിശാ ബോർഡുകൾ സ്ഥാപിക്കുക, ട്രാഫിക് സിഗ്നലുകൾ വൃത്തിയാക്കുക തുടങ്ങി അനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ക്ലബിന്റെ നേതൃത്വത്തിൽ കൊടൈക്കനാലിലേക്ക് നടത്തിയ 2 ദിവസത്തെ പഠനയാത്ര ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു. ക്വിസ് ക്ലബ് സമകാലിക സംഭവങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാനും അവരെ അറിവിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാനും ഈ ക്ലബ് ഏറെ സഹായകരമാണ്. സ്വദേശി ക്വിസ്, അക്ഷരമുറ്റം ക്വിസ്, സർവ്വവിജ്ഞാനകോശം ക്വിസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ക്വിസ്, PN പണിക്കർ, അമൃതകിരണം തുടങ്ങി അനവധി ക്വിസ് മത്സരങ്ങളിൽ അഭിരാം S, അലക്സ് ടിജോ, ബേസിൽ എൽദോസ്, അഭിനന്ദ് ബാബു, തീർത്ഥ S മണാലി, ജൂബിൻ K ലിറ്റോ എന്നിവരുടെ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ED ക്ലബ് കുട്ടികളിൽ സംരംഭകത്വ ശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ED ക്ലബ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. തൊഴിൽശാലകളിൽ സന്ദർശനം, സെമിനാറുകൾ, പുതിയ സംരംഭകരുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ അനവധി പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബ് നേതൃത്വം നൽകുന്നു. സ്മിത തോമസ് ടീച്ചർ ക്ലബിന് നേതൃത്വം നൽകുന്നു. സൗഹൃദ ക്ലബ്ബ് മാനസിക വൈകാരിക തലങ്ങളിൽ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്ക് തുണയായി സ്കൂളിൽ സൗഹൃദ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നിരവധി ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നു. നവീൻ ടിജോ, അമല സജി എന്നീ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്റ്റുഡന്റ് കൗൺസിലർ ട്രെയിനിംഗ് നൽകി. സിനി ജോസ് ടീച്ചർ ക്ലബിന് നേതൃത്വം നൽകുന്നു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ കുട്ടികൾക്ക് തങ്ങളുടെ അഭിരുചികൾ കണ്ടെത്തുവാനും വിവിധ കരിയർ മേഖലകൾ പരിചയപ്പെടാനും ക്ലബ്ബ് ഉപകരിക്കുന്നു. SSLC കഴിഞ്ഞ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളെക്കുറിച്ച് യഥാസമയം അവബോധം നൽകി വരുന്നു. പ്രഗത്ഭരായ വ്യക്തികളുടെ സഹായത്തോടെ കുട്ടികൾക്ക് ഉപരിപഠന കോഴ്സുകളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തുന്നു. ജിൻഡുമോൾ വർഗീസ് ക്ലബിന് ചുമതല വഹിക്കുന്നു. ഉച്ചഭക്ഷണ പരിപാടി സർക്കാരിന്റെ സഹായത്തോടെ നടന്നുവരുന്ന ഉച്ചഭക്ഷണ പരിപാടിയിൽ 672 കുട്ടികൾ പങ്കെടുക്കുന്നു. പാൽ, മുട്ട എന്നിവ ഉൾപ്പെടെ ഉച്ചഭക്ഷണം ആവശ്യമുള്ള മുഴുവൻ കുട്ടികൾക്കും നൽകി വരുന്നു. ഉച്ചഭക്ഷണ വിതരണം കാര്യക്ഷമമാക്കുന്നതിന് ജീവനക്കാരുടെയും PTA സേവനം ലഭ്യമാണ്. ശ്രീ അമൽ ജോസ് ഉച്ചഭക്ഷണ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നു. കേപ്പ് ക്ലബ് കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത വളർത്തുക, നേതൃത്വ പരിശീലനം നൽകുക, നല്ല വ്യക്തിത്വം രൂപീകരിക്കുക എന്ന ലക്ഷ്യങ്ങളോടെ സ്ഥാപിതമായ ക്ലബ്ബാണിത്. UP HS വിഭാഗങ്ങളായി 40 കുട്ടികൾ അംഗങ്ങളാണ്. വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, നേതൃത്വ പരിശീലനം, പ്രസംഗ പരിശീലനം തുടങ്ങിയവ സംഘടിപ്പിച്ചു വരുന്നു. ചാരിറ്റി ക്ലബ് കുട്ടികളിൽ സഹജീവികളോടുള്ള സ്നേഹവും കരുതലും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബ് നേതൃത്വം നൽകുന്നു. സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്തി വേണ്ട സഹായം നൽകി വരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇതുവരെ 1,24,000 രൂപ ധനസഹായമായി നൽകി. സഹപാഠിക്ക് ഒരു പുസ്തകം പദ്ധതിയിലൂടെ നിർധനരായ കുട്ടികൾക്ക് സൗജന്യമായ പാഠപുസ്തകങ്ങൾ നൽകി വരുന്നു. സമീപത്തുള്ള ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിക്കുകയും അന്തേവാസികളോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണവും സാമ്പത്തികവുമായ സഹായവും എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. കലോത്സവം ഈ അധ്യയന വർഷവും സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ സ്കൂൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഹൈസ്കൂൾ വിഭാഗം 166 പോയിന്റ് നേടി റണ്ണേഴ്സപ്പ് കരസ്ഥമാക്കുകയും ഹയർ സെക്കൻഡറി വിഭാഗം സെക്കൻഡ് റണ്ണേഴ്സപ്പ് ആവുകയും ചെയ്തു. സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആദിത്യലക്ഷ്മി കഥകളി, നാടോടി നൃത്തം എന്നിവയിൽ A ഗ്രേഡും ആഷിന MA അറബി പ്രസംഗം മത്സരത്തിൽ A ഗ്രേഡും കരസ്ഥമാക്കി. സ്പോർട്സ് ക്ലബ്
കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ലക്ഷ്യമാക്കി സ്പോർട്സിൽ കഴിവും താല്പര്യവുമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുന്നു. നെടുങ്കണ്ടം ഉപജില്ല കരാട്ടെ, യോഗ, ജൂഡോ, ചെസ്, ത്രോബോൾ, ഖോ മത്സരങ്ങൾ പങ്കെടുത്ത് നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനം നേടി. ഉപജില്ലാ ഖോ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗം ആൺകുട്ടികളും പെൺകുട്ടികളും 1ാം സ്ഥാനം നേടി. ശാന്തിഗ്രാമിൽ വെച്ച് നടന്ന റവന്യൂ ജില്ലാ മത്സരത്തിൽ ജൂനിയർ വിഭാഗം ആൺകുട്ടികൾ 1ാം സ്ഥാനവും സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളും പെൺകുട്ടികളും 2ാം സ്ഥാനവും നേടി. കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന ഖോ ചാമ്പ്യൻഷിപ്പിൽ 12 കുട്ടികൾ പങ്കെടുത്തു. ആമയാറിൽ വെച്ച് നടന്ന നെടുങ്കണ്ടം ഉപജില്ലാ സീനിയർ വിഭാഗം വോളിബോളിൽ 11 കുട്ടികൾ പങ്കെടുത്തു. 5 കുട്ടികൾക്ക് റവന്യൂ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത ലഭിച്ചു. റൊണാൾഡ് ഷൈമോൻ പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തു. ദിയ ബിജു, നിയ ബിജു, അഞ്ജന അജിത് കുമാർ എന്നിവർ തൃശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന കരാട്ടെ മത്സരത്തിൽ പങ്കെടുത്തു. ത്രോബോളിൽ ആദിത്യ ബിനു, അനഘ ബിനു എന്നിവർ പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം ജില്ലാ കായികമേളയിൽ 279 പോയിന്റോടെ സ്കൂൾ 2ാം സ്ഥാനം നേടി. ഏഞ്ചൽ ഷെർജി, റൊണാൾഡോ ഷൈമോൻ, ബിൻഡു ബിനു, അനന്യ KR, എമിലിൻ മരിയ സജി എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. അശ്വിൻ S നായർ, ജോർജി ജിയോ, അപർണ സുനിൽ, ഏഞ്ചൽ ഷെർജി എന്നിവർ സംസ്ഥാന കായിക മത്സരത്തിൽ പങ്കെടുത്തു. ജോർജി ജിജോ സംസ്ഥാന തലത്തിൽ ജാവലിൻ ത്രോയിൽ 4ാം സ്ഥാനം നേടി. LP വിഭാഗം സബ് ജില്ലാ മത്സരത്തിൽ സ്കൂൾ 4ാം സ്ഥാനം കരസ്ഥമാക്കി. ഷൈന സിബി സ്കൂളിന്റെ കായിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്ര ക്ലബ്ബ്. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കാൻ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഏറെ സഹായിക്കുന്നു. ബഹിരാകാശ വാരത്തോട് അനുബന്ധിച്ച് ഒക്ടോബർ 10-ാം തീയതി കുട്ടികൾക്കായി ഇസ്രോ ശാസ്ത്രജ്ഞൻ ഡോക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ റീച്ച് ഔട്ട് പ്രോഗ്രാം നടത്തി. ശാസ്ത്രപഥത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂടുതൽ കുട്ടികളെ YIPTയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ YIP ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇൻസ്പയർ അവാർഡ് മത്സരത്തിൽ പങ്കെടുത്ത അലക്സ് ടിജോ, ഡെല്ല റോസ്, ടീന ബെന്നി, ആൻമരിയ സിബി എന്നിവർക്ക് സെലക്ഷൻ ലഭിച്ചു. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ UP വിഭാഗവും ഹൈസ്കൂൾ വിഭാഗവും ഓവറോൾ കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം സെക്കൻഡ് റണ്ണറപ്പായി. സംസ്ഥാന ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം സയൻസ് ക്വിസിൽ എബിൻ K ആന്റണി A ഗ്രേഡ് കരസ്ഥമാക്കി. ഗണിതശാസ്ത്ര ക്ലബ്ബ്. ഗണിത പഠനം ആസ്വാദ്യകരവും രസകരവുമാക്കുന്നതിൽ ഗണിതശാസ്ത്ര ക്ലബ്ബ് പ്രധാന പങ്കുവഹിക്കുന്നു. നെടുങ്കണ്ടം ഉപജില്ലാ ഗണിതശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കാൻ സാധിച്ചു. റവന്യൂ ജില്ലാ ഗണിതശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗം 3ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗം 1ാം സ്ഥാനവും നേടി. സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അസിൻ മരിയ ഡാൻഡിസ്, അയോണ മരിയ ജോസഫ്, ശ്രീനന്ദൻ KH എന്നീ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തു. ജൂബി ജോർജ്, അലീന ചാക്കോ എന്നിവർ ക്ലബിന് നേതൃത്വം നൽകി വരുന്നു. സോഷ്യൽ സയൻസ് ക്ലബ്ബ്. ശ്രീ ബെന്നി BV, ശ്രീമതി ജെസി ജോസഫ്, ശ്രീ ഷാബിൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു. സബ് ജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ഹൈസ്കൂൾ തലത്തിൽ 5ാം സ്ഥാനം നേടാനും ഹയർ സെക്കൻഡറി തലത്തിൽ റണ്ണറപ്പ് ആകാനും സാധിച്ചു. IT ക്ലബ്ബ്. നൂതന സാങ്കേതിക വിദ്യയുടെ പടവുകൾ തുറന്നിട്ടുകൊണ്ട് അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ IT ക്ലബ്ബ് രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. നെടുങ്കണ്ടം സബ് ജില്ലാ IT മേളയിൽ UP വിഭാഗം 3ാം സ്ഥാനവും HS വിഭാഗം 4ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗം 1ാം സ്ഥാനവും നേടി. JNPC, സജി സെബാസ്റ്റ്യൻ എന്നിവർ ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. വർക്ക് എക്സ്പീരിയൻസ്. വിവിധ തൊഴിലുകളുടെ മാഹാത്മ്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും വിവിധങ്ങളായ തൊഴിൽ മേഖലകളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചു വിടാനും വർക്ക് എക്സ്പീരിയൻസ് ഏറെ സഹായകമാണ്. ചിത്രരചന, ഫാബ്രിക് പെയിന്റിംഗ്, പാഴ്വസ്തുക്കളിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, എംബ്രോയിഡറി പരിശീലനം, ഗാർമെന്റ് മേക്കിംഗ്, പേപ്പർ ക്രാഫ്റ്റ് തുടങ്ങിയ വിവിധ പരിശീലനങ്ങൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്നു. നെടുങ്കണ്ടം ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ 146 പോയിന്റോടെ ഹൈസ്കൂൾ വിഭാഗം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്തു. ബഡ്ഡിംഗ്, ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് ഇനത്തിൽ മത്സരിച്ച അഭിരാം S സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടി. ദിനാചരണങ്ങൾ. പ്രവേശനോത്സവം. ജൂൺ 3-ന് സ്കൂൾ പ്രവേശനോത്സവം നടത്തി. പുതിയ യൂണിഫോമും മാസ്കും ബാഗുമായി എത്തിയ കുട്ടികളെ മധുരപലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും നൽകി അധ്യാപകർ വരവേറ്റു. 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ഓഗസ്റ്റ് 25-ന് ആരംഭിച്ചു. പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട മാത്യു ചെറുപറമ്പിൽ അച്ഛൻ ഉദ്ഘാടനം ചെയ്തു.
നവാഗതരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് ഇഗ്നേഷ്യസ് ക്ലാസുകൾ നയിച്ചു. ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും പരിസ്ഥിതി സ്നേഹം വളർത്താനും ഉദ്ദേശിച്ച് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു. ഒട്ടേറെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് ഈ ദിനം തുടക്കം കുറിച്ചു. വായനാ ദിനം. ജൂൺ 19 വായനാ ദിനം ആചരിച്ചു. സ്കൂൾ ലൈബ്രറിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകുകയുണ്ടായി. വായനാക്കുറിപ്പ്, കഥാരചന, കവിതാരചന, ചിത്രരചന, പ്രസംഗം മത്സരം തുടങ്ങിയവ നടത്തി. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എടുത്ത് വായിച്ച കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. ലഹരി വിരുദ്ധ ദിനം. ഈ വർഷം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോട് വലിയ പ്രാധാന്യമാണ് സ്കൂൾ നൽകിയത്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ ഫാഡ് ക്ലബ് രൂപീകരിച്ചു. അരുത് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലഹരി വിരുദ്ധ പോസ്റ്റർ, ചിത്രരചന, കാർട്ടൂൺ, ലഹരിക്കണിയും കൗമാരവും എന്ന വിഷയത്തിൽ എസ്സേ കോമ്പറ്റീഷൻ എന്നിവ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആസാദി കാ അമൃത് മഹോത്സവ് സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ടൗണിൽ വിളംബര റാലി നടത്തുകയും ദേശസ്നേഹവും പൗരബോധവും വളർത്താനുതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവ് ഗാന്ധി ജയന്തിയുടെ ജീവിത സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ക്ലീൻ ഉടുമ്പൻചോല പദ്ധതിക്ക് അന്നേ ദിവസം തുടക്കം കുറിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളും ടൗണും വൃത്തിയാക്കി. ഓണാഘോഷം. കോവിഡിന് ശേഷമുള്ള ഓണം എന്ന നിലയ്ക്ക് സ്കൂളിൽ ഓണം അത്യധികം ഉത്സാഹത്തോടെ ആഘോഷിച്ചു. ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് നിർവഹിച്ചു. കുട്ടികൾക്കായി അത്തപ്പൂക്കളം, ഓണപ്പാട്ട്, പുലിക്കളി, വടംവലി തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കൂടാതെ വിഭവസമൃദ്ധമായ ഓണസദ്യയും പായസവും വിളമ്പി. ക്രിസ്തുമസ് ആഘോഷം. സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഗംഭീരമായി നടത്തി. അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ പുൽക്കൂട് നിർമ്മിച്ചു. പാപ്പ മത്സരം, കരോൾ ഗാന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ക്രിസ്തുമസ് ആഘോഷങ്ങൾ PTA പ്രസിഡന്റ് ബിജു ഇടുക്കാൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട മാത്യു ചെറുപറമ്പിൽ അച്ഛൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റ്. അതാത് സീസണിൽ നമ്മുടെ നാട്ടിൽ വിളയുന്ന പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, പഴങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിമിഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് മികച്ച ഇനം പ്ലാവിൻ തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം ഉടുമ്പൻചോല കൃഷി ഓഫീസർ ആശാ ശശി നിർവഹിച്ചു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുക, പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. എക്സിബിഷനിൽ പൗരാണിക കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന കൃഷി ഉപകരണങ്ങൾ, അളവ് തൂക്ക ഉപകരണങ്ങൾ, നന്നങ്ങാടികൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ചു. പ്രദർശനം കുട്ടികൾക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകുന്നതായിരുന്നു. കൂടാതെ സ്കൂളിൽ ശിശുദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഭിന്നശേഷി ദിനം, കർഷക ദിനം, ചാന്ദ്രദിനം, APJ അബ്ദുൽ കലാം ദിനം, ഹിരോഷിമ ദിനം തുടങ്ങിയ ദിനാചരണങ്ങളും കൊണ്ടാടി. സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റിനും സ്കൂളിൻ്റെ പുരോഗതിക്കായി അക്ഷീണം അധ്വാനിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും എപ്പോഴും പ്രോത്സാഹനവും സഹായവുമായി നിലകൊള്ളുന്ന രക്ഷിതാക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും നന്ദിയുടെ പുതുപൂക്കൾ അർപ്പിക്കുന്നു. സ്കൂളിൻ്റെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥതയും ദിവ്യഗുരുവിൻ്റെ കൃപാകടാക്ഷവും ഈ സ്കൂളിൻ്റെ പ്രവർത്തന വഴിയിൽ പെൺശോഭ പരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനും അറിവിനുമായി സമർപ്പിക്കുന്നു.